പാലിയേറ്റീവ് ദിനാഘോഷവും രോഗി ബന്ധു സംഗമവും സംഘടിപ്പിച്ചു. സ്നേഹസ്പർശം 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച സംഗമം പിറവം നഗരസഭാ ചെയർപേഴ്സൺ KR പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പിറവം BPC കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികളും സംഗമത്തിന് എത്തിയവർക്ക് നൽകിയ സ്നേഹസമ്മാനങ്ങളും വേറിട്ടൊരനുഭവമായി മാറി. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. പിറവം നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്ന പാലിയേറ്റീവ് ദിനാഘോഷവും രോഗി ബന്ധു സംഗമവും നഗരസഭാ ചെയർമാൻ KR പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രവർത്തന രംഗത്തോ ജീവിത രീതിയിലോ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകണം. അതിന് എല്ലാവരെയും കൂടെ നിർത്തുക, ഉള്ളവരെയും ഇല്ലാത്തവരെയും എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ള ഒരു വിശാല മനസ്സോടുകൂടി ചിന്തിച്ച് എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ടു പോകുന്ന ഒരു മഹാപ്രസ്ഥാനമായി ഇന്ന് പാലിയേറ്റീവ് പ്രസ്ഥാനം മാറിയിരിക്കുകയാണ്. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അന്നമ്മ ഡോമി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇന്ന് പലപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ ആളുകൾക്ക് കിട്ടാത്തത് വന്നു തന്നെയാണ്. നമുക്കൊരു സാന്ത്വനം കിട്ടുക എന്ന് പറയുന്നത് ഏറെ സന്തോഷകരമാണ്. 150-ലധികം വരുന്ന രോഗികളും അവരുടെ ബന്ധുക്കളും ഒത്തുചേർന്ന സംഗമത്തിൽ പിറവം BPC കോളേജിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ സംഗമത്തിന് മാറ്റുകൂട്ടി. പാലിയേറ്റീവ് സന്നദ്ധ പ്രവർത്തകർക്കുള്ള സർട്ടിഫിക്കറ്റ് ചെയർപേഴ്സൺ KR പ്രദീപ് കുമാർ വിതരണം ചെയ്തു. വിവിധ കലാപരിപാടികൾക്ക് ശേഷം സംഗമത്തിൽ എത്തിച്ചേർന്നവർക്ക് ഉച്ചഭക്ഷണവും കൂടാതെ അരിയടക്കമുള്ള സ്നേഹസമ്മാനവും നൽകി. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അരുൺ കല്ലറയ്ക്കൽ, ജിൻസി രാജു, വത്സല വർഗീസ്, അഡ്വക്കേറ്റ് ഷിബു തോമസ്, മറ്റു കൗൺസിലർമാർ, സാമൂഹിക പ്രവർത്തകൻ AC പീറ്റർ, പിറവം ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മഞ്ജു, ഹോമിയോ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി, പിറവം നഗരസഭാ സെക്രട്ടറി പ്രകാശ് കുമാർ, സ്വരുമ പാലിയേറ്റീവ് കോർഡിനേറ്റർ ജോബി മംഗലശ്ശേരി എന്നിവർ ആശംസ അർപ്പിച്ചു. പിറവം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് രാജലക്ഷ്മി R, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെയ്സൺ പുളിക്കൽ എന്നിവർ സംസാരിച്ചു. ബുദ്ധിമുട്ടനുഭവിക്കുന്ന രോഗികൾക്ക് പല താലൂക്ക് ആശുപത്രിയിലാക്കി പോലും നമ്മൾ കുറെ ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് പുതിയ സ്ഥലം കണ്ടെത്തി പുതിയ ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുതിയ ബ്ലോക്ക് ഏറ്റവും ആധുനിക സജ്ജീകരണത്തോടുകൂടിയുള്ള ബ്ലോക്കുകൾ ആരംഭിക്കാനായി സ്ഥലത്തിന് ടോക്കൺ വെച്ച് കാരണം നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിൽ പോലും ഒത്തിരി മുന്നോട്ടുള്ള മരുന്ന് മേടിക്കുന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തുക ഉൾപ്പെടുത്തി സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നടത്തുന്നതിനായി മുന്നോട്ട് പോകുന്ന ഒരു നഗരസഭയാണ്. തുടർന്ന് രോഗി ബന്ധു കുടുംബ സംഗമത്തിൽ എത്താൻ സാധിക്കാത്ത കിടപ്പ് രോഗികൾക്ക് നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ രോഗികളുടെ ഭവനത്തിലെത്തി കിറ്റ് വിതരണം ചെയ്തു. കൗൺസിലർമാരായ MK ശിവഗിരി, ജോയി വാക്കാനായിൽ, പാലിയേറ്റീവ് നഴ്സ് മനു എന്നിവർ ഒപ്പം സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്.